ഹലോ. ഹലോ, മിസ്റ്റർ ഫസൽ അല്ലേ? അതെ, ആരാണ് വിളിക്കുന്നത്? ഞാൻ തമിഴ്നാട്ടിൽ നിന്നാണ് വിളിക്കുന്നത്. എൻ്റെ ആ പേര് സൈൻ എന്നാണ്. പറഞ്ഞോളൂ. നിങ്ങൾ ശരിക്കും ഏത്തിസ്റ്റ് ആണോ? അല്ല, പിന്നെ ഞാൻ വിശ്വാസിയാണ്. എന്തായിരുന്നു? വിശ്വാസിയാണോ? അതെ. നിങ്ങളെ വീഡിയോസ് ഒക്കെ കാണുമ്പോഴങ്ങനെ ഉണ്ടല്ലോ. ഓക്കെ, അത് നിങ്ങൾ എങ്ങനെ അങ്ങനെ ചോദിക്കാറുണ്ടോ? മനസ്സിലായില്ല. ശരി, ഓക്കെ, നിങ്ങൾ വിശ്വാസിയാന്ന് പറയണോ? പക്ഷേ ക്രിസ്മസ് ഒക്കെ സെലിബ്രേറ്റ് ചെയ്യണമെന്നല്ലേ പറഞ്ഞത്? അതെ. ക്രിസ്മസ് എങ്ങനെയാണ് വിശ്വാസത്തിന്റെ ഭാഗമാകുന്നത്? എങ്ങനാ? ക്രിസ്മസ് എങ്ങനെയാണ് വിശ്വാസത്തിന്റെ ഭാഗമാകുന്നത്? അതെ. നിങ്ങളെ പേരെന്താ പറഞ്ഞേ? സൈൻ എന്നാണ്. നിങ്ങൾ ക്രിസ്മസിനെ അനുകൂലിക്കുന്നുണ്ടോ? ഇല്ല. എന്താ ക്രിസ്മസ് ഇവിടെ എല്ലാവരും ആഘോഷിക്കുന്നതിന് എന്താ ബുദ്ധിമുട്ടുണ്ടോ നിങ്ങൾക്ക്? ബുദ്ധിമുട്ടില്ല. ഇല്ല, നിങ്ങൾ ഈ തെളിവ് എന്നൊക്കെ പറയുമ്പോൾ ഞാൻ അതാണ് ചോദിച്ചത്. എന്ത് തെളിവ്? ഇല്ല, ഇപ്പൊ മതത്തിന് തെളിവില്ല എന്നൊക്കെ പറയുന്നത്. അപ്പൊ ക്രിസ്മസ് മാത്രം എന്ത് എന്താ എന്ത് തെളിവുണ്ട്? എന്ത് തെളിവിന്? ഇല്ല, നിങ്ങൾ ആഘോഷിക്കണം എന്നാണ് അവർ പറയുന്നത്. ഓക്കെ, എന്തിനാണ് നമ്മൾ ആഘോഷിക്കുന്നത്? ക്രിസ്മസ് എന്താണ്? ക്രിസ്മസ് നമ്മുടെ സമൂഹത്തിലുള്ള ആളുകൾ, എന്റെ സുഹൃത്തുക്കളുണ്ട്, ക്രിസ്ത്യൻസ് ആയിട്ടുള്ള സുഹൃത്തുക്കളുണ്ട്, അവരൊരു ആഘോഷമാണ്. അതൊക്കെ ഞാൻ അവർക്കൊപ്പം ആഘോഷിക്കുന്നതിൽ എന്താ നിങ്ങൾക്ക് പ്രശ്നം? ഇല്ല, പക്ഷെ അതിൽ ഇപ്പൊ നമുക്ക് തെളിവെന്ന് പറഞ്ഞ് ചോദിക്കുമ്പോൾ ഇപ്പൊ അതിന് എന്താണ് തെളിവ് അങ്ങനെയൊക്കെ നമ്മൾ ചോദിക്കുന്നുണ്ടല്ലോ. എന്തിന് തെളിവ്? എന്തിന് തെളിവ്? ഇല്ല, ഇപ്പൊ മനസ്സിലായില്ല. ഫോർ എക്സാമ്പിൾ നമ്മൾ ഇപ്പോൾ BC AD എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നില്ലേ, ഇപ്പൊ നമ്മൾ അതിനൊക്കെ എടുത്ത് മാറി കോമൺ ഇറാന്നാക്കിയില്ലേ? കാരണം എന്താന്ന് വെച്ചാൽ അതിന് തെളിവില്ലെന്നോ ഉള്ളതുകൊണ്ട്. അല്ല, നിങ്ങൾ വിശ്വാസിയാണോ? ആണ്. ഏത് വിശ്വാസിയാ? ഏത് മതത്തിൽ വിശ്വാസിയാ? ഇസ്ലാമാണ്. ഇസ്ലാം വിശ്വാസി. നിങ്ങൾക്കിപ്പോ ക്രിസ്മസ് ആഘോഷിക്കുന്നതിന് നിങ്ങൾക്ക് എന്താ പ്രശ്നം? ഇല്ല, പ്രശ്നത്തില്ല. ഇപ്പൊ നിങ്ങൾ ഇപ്പൊ ഏത്തിയസ്റ്റ് ചാനൽസ് ഒക്കെ നിറയെ ഇരിക്കുന്നില്ലേ കേരളത്തിൽ? അതെനിക്കറിയില്ലല്ലോ, ഞാനതല്ലല്ലോ നടത്തുന്നത്. ഓക്കെ. എന്താ നിങ്ങൾക്ക് പ്രശ്നം? ഇപ്പൊ ക്രിസ്മസ് ഇവിടെ സിറിയയിൽ ഇപ്പൊ കത്തിച്ച വിഷയമൊക്കെയാണ് ഞാൻ ഇപ്പൊ കഴിഞ്ഞ ലേറ്റസ്റ്റ് വിഷയം ചെയ്തത്. ജിഹാദികളെല്ലാം കൂടി പോയി കത്തിച്ച്. അത് നിങ്ങൾ അനുകൂലിക്കുന്നുണ്ടോ? ഇല്ല, അതില്ല. പക്ഷെ നിങ്ങൾ ഇപ്പൊ ഈ അബുദാബി കുവൈത്തിൽ ഇപ്പൊ മോദി പോയി എന്ന് പറഞ്ഞിട്ട് അതിന് ഭയങ്കര സംഭവമാണെന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ എന്താ കുവൈത്തിൽ മോദി പോയത് വലിയ സംഭവം തന്നെയല്ലോ. 10-40 വർഷങ്ങൾക്ക് ശേഷം ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി കുവൈത്ത് സന്ദർശിക്കുന്നത്. കുവൈത്ത് സന്ദർശിച്ചത് മാത്രമാണോ? ആ ഒരു ലേബർ അതായത് അവിടെയുള്ള തൊഴിലാളികൾക്കൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിച്ച് അവരോടൊപ്പം ഭക്ഷണ അത് അങ്ങനെ നോക്കുകയാണെങ്കിൽ രാഹുൽ ഗാന്ധി ഇവിടെ വന്ന് ഈ പാവപ്പെട്ട ആൾക്കാരുടെ എന്തോ ഇവിടെ സമയമൊക്കെ വാങ്ങിച്ച് കഴിച്ചു എന്നൊക്കെ അതൊക്കെ ചുമ്മാ വെറുതെ നമ്മൾ ചെയ്യുന്നതല്ലേ. എന്ത് ചുമ്മാ ആണോ? രാഹുൽ ഗാന്ധി ചെയ്യുന്ന ചുമ്മാ ആണെന്നാണോ നിങ്ങൾ വിശ്വസിക്കുന്നത്? ഇല്ല, പൊളിറ്റീഷ്യൻസ് ഇപ്പൊ അങ്ങനെയാണല്ലോ. അങ്ങനെ എന്താ ഓക്കെ, നിങ്ങൾ രണ്ടും ഓക്കെ, പ്രശ്നമില്ല എന്ന് പറയുന്നുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് കുവൈത്തിൽ മോദി പോയാലും നിങ്ങൾക്ക് എന്താ ചൊറിയുന്നുണ്ടോ? ഇല്ല, അങ്ങനൊന്നും. പിന്നെന്താ വലിയ സംഭവം? ഇന്ത്യൻ പ്രധാനമന്ത്രി പോകുന്ന വലിയ സംഭവം തന്നെ. ഇപ്പൊ നിങ്ങൾ അങ്ങനെയാണെങ്കിൽ ഇപ്പൊ ഈജിപ്തിൽ നിന്ന് നമ്മളെ ഈ റിപ്പബ്ലിക്കൻ പരേഡിൽ നിന്ന് നമ്മുടെ പ്രസിഡന്റ് വന്നില്ലേ, അവിടുത്തെ പ്രസിഡന്റ് വന്നില്ലേ? അത് വന്നിട്ട് എത്രയോ വർഷത്തിന് ശേഷം ആണല്ലേ ഇവിടെ ഇങ്ങോട്ട് വരുന്നത്. പിന്നെ ഇതൊക്കെ പൊളിറ്റിക്സ് അല്ലേ? നിങ്ങൾക്ക് എന്താണ് ഇപ്പൊ പ്രശ്നം? നിങ്ങൾക്ക് ക്രിസ്മസുമായി ബന്ധപ്പെട്ട എന്താണ്? നിങ്ങളിപ്പോ എന്നോട് വിളിച്ചു ചോദിച്ച് ക്രിസ്മസിന് എന്താ തെളിവുണ്ട്? വിശ്വാസിയാണ് പറയുന്നു. വിശ്വാസിയാണെങ്കിൽ എങ്ങനെയാണ് ക്രിസ്മസ്? എങ്ങനെയാണ് അത് കോൺട്രഡിക്ഷൻ അല്ലേ? എങ്ങനെ വിശ്വാസിയാണ്? എന്താ ഞാൻ വിശ്വാസിയായിട്ട് ഞാൻ എല്ലാ മതങ്ങളും ആഘോഷിക്കുന്നുണ്ട്. ഇവിടെ ഒരു പ്രശ്നമില്ല. എന്താ പ്രശ്നം? നിങ്ങൾക്ക് എന്താ? നിങ്ങൾ വിശ്വാസിയായിട്ട് നിങ്ങൾ ക്രിസ്മസ് ആഘോഷിക്കലുണ്ടോ? ഇല്ല, എനിക്ക് ഇല്ല. ഞാൻ എന്ത് പറഞ്ഞു വെച്ചപ്പോ കോൺട്രഡിക്റ്റ്. നിങ്ങൾ ക്രിസ്മസ് ആഘോഷിക്കാറുണ്ടോ? അല്ലേ? ഇല്ല. നിങ്ങൾക്ക് ഞാനൊക്കെ വിശ്വാസിയായിട്ട് മുന്നോട്ട് പോകുന്നു, എന്നെ പോലുള്ള അല്ലെങ്കിൽ മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾ ക്രിസ്മസ് ആഘോഷിക്കുന്നതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അത് ഞാൻ പറഞ്ഞത് അത് കോൺട്രഡിക്ഷൻ അല്ലേ? അതാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾക്ക് എന്താണ് പ്രശ്നം? അത് നിങ്ങൾ അതായത് ഒരു ഇന്റലക്ച്വൽ ഓണസ്റ്റി അല്ലല്ലോ ബ്രോ. ഇപ്പൊ നിങ്ങൾ വന്നിട്ട് ഇപ്പൊ എന്താ പറയാ, ഇപ്പൊ ഞാൻ മുസ്ലിം എന്ന് പറഞ്ഞിട്ട് നേരെ അമ്പലത്തിൽ പോയി ഇങ്ങനെ സ്വാമി തൊഴുന്നത് എന്താ? അല്ല, ഞാൻ മനസ്സിലാക്കുന്നത് എന്താ അറിയോ? ഇപ്പോ ഒരു ഹിന്ദു ആയിക്കൊള്ളട്ടെ, ക്രിസ്ത്യൻ ആയിക്കൊള്ളട്ടെ, ഏതൊരു മതത്തിൽ ജനിച്ച ഒരാളും ഏതൊരു വിശ്വാസമായിട്ട് മുന്നോട്ട് പോകുന്ന ഒരാളാണെങ്കിലും അവര് മറ്റുള്ള മതങ്ങളെ ബഹുമാനിക്കുക, അവരെ ആഘോഷങ്ങളെ പങ്കെടുക്കുമ്പോക്കും സ്വന്തം മതം തൊഴിഞ്ഞു പോകുന്നൊക്കെ പറഞ്ഞ് എന്തൊരു വിഡിത്താ. ഇല്ല, അതായത് നമ്മൾ ടോളറേറ്റ് ചെയ്യുന്നത് കുഴപ്പമില്ല, പക്ഷെ പങ്കെടുക്കുക എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്റെ ഏത് വീഡിയോ കണ്ടിട്ടാണ് ഇപ്പൊ എന്നെ വിളിക്കുന്നത്? ഇല്ല, നിങ്ങൾ ക്രിസ്മസിന് നിങ്ങള് ഒരു 3 ദിവസത്തിന് മുമ്പ് ചെയ്ത വീഡിയോ നിങ്ങൾ ക്രിസ്മസ് ഹാപ്പി മേരി ക്രിസ്മസ് എന്നൊക്കെ പറഞ്ഞിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന വീഡിയോയിലാണ്. അതെ, അപ്പൊ ഞാൻ ക്രിസ്മസ് ആശംസ പറഞ്ഞതിലാണോ നിങ്ങൾക്ക് പ്രശ്നം തോന്നുന്നത്? ആണ്. നിങ്ങൾ വിശ്വാസി ഇപ്പൊ പറയുമ്പോൾ എനിക്ക് കുറച്ചുകൂടെ കോൺട്രഡിക്ടറി ആയിട്ടാണ്. അല്ല, അതെന്താ വിശ്വാസി ക്രിസ്മസ് ആശംസകൾ പറയാൻ പാടില്ല? അത് ഇല്ല ബ്രോ, ഇപ്പൊ കോൺട്രഡിക്ടറി അല്ലേ അത്? അല്ല, നിങ്ങൾ ഇന്ത്യയിൽ ജീവിക്കുന്ന ഒറ്റ കാര്യം, ക്രിസ്മസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആഘോഷം എന്നുള്ളത് ഓക്കെ ഫൈൻ. പക്ഷെ ക്രിസ്മസ് ക്രിസ്ത്യൻ മതവുമായി ബന്ധപ്പെട്ട ആഘോഷം തന്നെ എന്താ പ്രശ്നം?
അത് എന്തെന്നാ വെച്ചാൽ അവര് ജീസസ് അവരുടെ ബർത്ത് എന്നല്ലേ പറഞ്ഞത്, ഡിസംബർ 25. ഒരു മതത്തിന്റെ ആചാരാണെങ്കിൽ അത് ഇവിടെ ആഘോഷമായിട്ട് നടത്തുന്നതിൽ അതിൽ മറ്റു മതങ്ങൾ പങ്കെടുക്കുന്നതിലോ അല്ലെങ്കിൽ ആഘോഷിക്കുന്നതിലോ നിങ്ങൾ എന്താണ് തെറ്റ് കാണുന്നതാണ് എന്റെ ചോദ്യം. അത് നിങ്ങളിപ്പോ വിശ്വാസി എന്ന് പറയുമ്പോഴാണ് എനിക്ക് കുറച്ചുകൂടെ. നിങ്ങൾ ഈ വിശ്വാസികളായിട്ടുള്ള എല്ലാ ആളുകളെയും തിരുത്താൻ നടക്കുന്ന ആളാണോ? അതങ്ങനല്ലോ, അങ്ങനെയാണല്ലോ നമ്മൾ ചെയ്യേണ്ടത്. എങ്ങനാ നിങ്ങൾ എങ്ങനെയാ ചെയ്ത്? ഇന്ത്യ ആണ് അല്ലെ, മതേതര രാജ്യല്ലേ ഇത്? മതേതര രാജ്യല്ലേ? ബെസ്റ്റ് ഞാൻ പറഞ്ഞുതരാം. മതേതര രാജ്യം എന്നല്ലേ നിങ്ങൾ പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മളെ നാട്ടിന്റെ പ്രധാനമന്ത്രി വന്നിട്ട് നേരെ ഒരു അമ്പലത്തിൽ പോയി തൊഴുന്നതോ ഇല്ല, അതൊക്കെയാണോ സെക്യുലറിസം ആയിട്ട്? ഇല്ലെങ്കിൽ അതിനെ പ്രൊമോട്ട് ചെയ്യുന്ന ജഗ്ഗി വാസുദേവ് ഇവിടെ ഈശ നമ്മളെ തമിഴ്നാട്ടിൽ കോയമ്പത്തൂരിലൊക്കെ പുള്ളി വന്ന് അതിനെ ഓപ്പൺ ഒക്കെ ചെയ്തില്ല. അവര് മതേതരം എന്ന് പറയുന്നത് എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? നിങ്ങൾ കരുതുന്നുണ്ടോ നിങ്ങൾ ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് എന്റെയും നിങ്ങളെയും പോലെ തന്നെ ഒരു മതത്തിൽ വിശ്വസിക്കാനും ആ മതത്തിന് ആചാരങ്ങൾ പങ്കെടുക്കാനും എല്ലാവിധ സ്വാതന്ത്ര്യമുണ്ട്? വ്യക്തിപരമായിട്ടല്ല, വ്യക്തികളല്ലേ പ്രധാനമന്ത്രിമാരാവുന്നത് അല്ലേ? ആണ്. പക്ഷേ എന്താണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി? അല്ല, ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രിയായിട്ട് ഈ ഒരു വ്യക്തിയല്ലേ ആവുന്നത്? ആ വ്യക്തി അവരുടെ വ്യക്തിപരമായിട്ടുള്ള മത ആചാരങ്ങൾ ഞാൻ ചോദിക്കട്ടെ, മുസ്ലിം ഞാൻ ചോദിക്കട്ടെ, ഞാൻ ചോദിക്കട്ടെ എന്നിട്ട് ഞാൻ ചോദിച്ചിട്ട് ഉത്തരം പറഞ്ഞാൽ. മുസ്ലിം ലീഗിന്റെ MP ഇവിടെ ഉണ്ടാവുന്നുണ്ടല്ലോ, അറിയാലോ. മുസ്ലിം ലീഗിന് ഇവിടെ MP ഉണ്ടല്ലോ. അവര് പള്ളിയിൽ പോകുന്നതിന് ഇവിടെ ആർക്കും ഒരു പ്രശ്നമില്ലല്ലോ. ഭായ, അതിന്റെ പേര് മുസ്ലിം ലീഗ് എന്നാണല്ലോ, സെക്യുലർ ലീഗ് എന്നില്ലല്ലോ. എന്താ അവര് മതേതരത്താണെന്നാണല്ലോ. വിട്ട് മതേതരത്താണെന്നാണ് അവര് പറയാറുള്ളത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഇനിയിപ്പോ നിങ്ങൾക്ക് അത് പ്രശ്നമാണെങ്കിൽ വിട്ട്. കോൺഗ്രസിന് ഇവിടെ മുസ്ലിം MP മാരില്ല, അവര് പോകുന്നില്ല, അവര് പ്രശ്നമില്ല. ഞാൻ പറയാം. അതിലാണ് ഞാൻ പറഞ്ഞത്. അതായത് രാഹുൽ ഗാന്ധി ഇങ്ങനെയാണ് പോയ കഴിഞ്ഞ 2019 എന്നാണ് വിചാരിക്കുന്നത്. ഇങ്ങനെ ഒരു അമ്പലത്തിലായിട്ട് പോകുമ്പോൾ ഇവര് BJP ആൾക്കാർക്ക് എന്താണ് പറഞ്ഞത്? ടെമ്പിൾ റൺ ആണ് നടത്തുന്നത് പുള്ളി, ഇതൊക്കെ എന്താണെന്നൊക്കെ പറഞ്ഞു. സോ അങ്ങനെ അവര് പറയുമ്പോൾ നമ്മൾ തിരിച്ചും ചോദിക്കുമല്ലോ, ഇപ്പൊ മോദി എന്താണ് ചെയ്യുന്നത്? കറക്റ്റായിട്ട് ആ ഇലക്ഷന്റെ മുമ്പ് തന്നെ നമ്മള് ഇങ്ങനത്തെ ഇതൊക്കെ ചെയ്യേണ്ട, ഇതൊക്കെ എന്റെ ആവശ്യം. സെക്യുലർസ് എന്ന് പറഞ്ഞാൽ ശരിക്കും എന്തെന്ന് പറഞ്ഞാൽ നിങ്ങൾ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ് ഒരു കാര്യം. മതേതരത്വം എന്ന് പറയുന്നത്, ഇപ്പൊ മതേതരത്വം എന്ന് പറഞ്ഞാൽ എനിക്ക് എന്റെയും നിങ്ങൾക്ക് നിങ്ങളുടേത്, മോദിക്ക് മോദിന്റേതായ മതവും ഉയർത്തിപ്പിടിക്കാനും അവരുമായിട്ടുള്ള എല്ലാ ആചാരങ്ങളും നടത്താനും ഇവിടെ എല്ലാ സ്വാതന്ത്ര്യം ഉണ്ട്. അതിനനുസരിച്ച് തന്നെയല്ലേ നമ്മുടെ പ്രധാനമന്ത്രി മുന്നോട്ട് വന്നതിന്റെ പ്രശ്നം? പൊസിഷനിൽ ഇരിക്കുന്ന വ്യക്തികളല്ലേ പൊസിഷനിലേക്ക് എത്തുന്നത്, അല്ലാണ്ട് എന്തെങ്കിലും വായു എന്നല്ലല്ലോ എത്തുന്നത്. വ്യക്തികളല്ലേ പൊസിഷനിലേക്ക് എത്തുന്നത് അല്ലേ? ഇപ്പൊ നിങ്ങൾ മുസ്ലിമാണ്, നിങ്ങൾ നാളെ തമിഴ്നാട്ടിൽ ഒരു MP ആയി കഴിഞ്ഞാൽ നിങ്ങൾ നിസ്കരിക്കൂലേ? പക്ഷെ ഞാൻ ചോദിക്കുന്നതിന് ഉത്തരം വേണം. എന്നിട്ട് അടുത്ത ചോദ്യം, ഞാൻ ചോദിച്ചതിന് ഉത്തരം. നിങ്ങൾ MP ആയി, നിങ്ങൾ മുഖ്യമന്ത്രിയായി, ഇവിടെ ജനാധിപത്യ രാജ്യമാണല്ലോ, എന്തു ആവാലോ. ഞാൻ ഉത്തരം ചോദിക്കട്ടെ, ചോദ്യം പൂർത്തിയാവട്ടെ. നിങ്ങൾ മുസ്ലിം ആയിട്ട് നിങ്ങൾ എന്തെങ്കിലും ഒരു സ്ഥാനത്തെത്തിയാൽ നിങ്ങൾ നിങ്ങളെ കർമ്മങ്ങളൊക്കെ ചെയ്ത് മുന്നോട്ട് പോലെ? ഞാൻ പറഞ്ഞുതരാം. അതായത് ഞാൻ MP ആവുന്നു എന്നൊക്കെ പറയുന്നില്ല, അത് ഏത് പാർട്ടിയിൽ നിന്നാണ് ആവുന്നു എന്നുള്ളത് ഒരു നിങ്ങൾ ഏതെങ്കിലും പാർട്ടിയിൽ നിന്നാണ് എനിക്ക് ചെയ്യാൻ പറ്റത്തില്ല. അല്ല, സെക്യുലർ പാർട്ടിയിൽ നിന്നാണ് ഞാൻ MP ആവണമെന്നുണ്ടെങ്കിൽ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. ചോദ്യം വരും. നിങ്ങൾ ഏതോ ഒരു പടുകുഴിയിൽ നിന്നാണ് ഈ വിളിയൊക്കെ വിളിക്കുന്നത് തന്നെ. നിങ്ങളൊരു കാര്യം മനസ്സിലാണ്, ഇവിടെ കോൺഗ്രസിലാണെങ്കിലും BJP-യിലാണെങ്കിലും CPM-ലാണെങ്കിലും മുസ്ലിം ലീഗിലാണെങ്കിലും ഇനി ഞാൻ അറിയാത്ത ഒരു 2000 പാർട്ടി ഇവിടെ ഉണ്ട്. ഈ പാർട്ടികളിലൊക്കെ ആണെങ്കിലും ഈ രാജ്യത്തുള്ള ഒരു പാർട്ടി ആണെങ്കിൽ ഈ രാജ്യത്തെ നിയമം എന്ന് പറയുന്നത് ആർക്ക് ആരെ മതവും ഏത് ഒരു വ്യക്തിക്ക് ഏത് മതവും വിശ്വസിച്ച് ഏത് ആചാരവുമായിട്ട് മുന്നോട്ട് പോകാന്നുള്ളത് തന്നെയാണ്. അത് നിങ്ങൾക്ക് ഉള്ള തെറ്റിദ്ധാരണയാണ്. പിന്നെ നിങ്ങൾക്ക് ഞാൻ ക്രിസ്മസ് ആശംസ അറിയിച്ചാലുള്ള പ്രശ്നമാണെങ്കിൽ ആ പ്രശ്നമായിട്ട് നിങ്ങൾ മുന്നോട്ട് പോകുക, അല്ലാണ്ട് ക്രിസ്മസ് ആശംസകളൊക്കെ എല്ലാ പ്രാവശ്യവും നമ്മൾ മുന്നോട്ട് തന്നെ വെക്കും. പിന്നെ നിങ്ങൾ ഈ മുസ്ലിങ്ങളെ മൊത്തം ക്രിസ്മസ് ആഘോഷിക്കരുതെന്ന് പറയുന്നത് ഒരു ചെറ്റത്തരാണ്. നിങ്ങൾക്ക് ആ മനോഭാവം ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ല ഭായ്, ഞാൻ ഒന്ന് ചോദിക്കട്ടെ. അതായത് യഥാർത്ഥ ക്രിസ്ത്യാനി ആണെങ്കിൽ അവരെന്താ പറയുന്നത്? ജീസസ് ആണ്, നമ്മളെ ട്രിനിറ്റിയിലാണെങ്കിലും അവർ വിശ്വസിക്കുന്നത്. അവരെ പുറത്തുവരെ ജീസസ് ആണ് ലാസ്റ്റ് പ്രോഫറ്റ്. അല്ല, നിങ്ങൾ അവിടെ ഇല്ല, ഇവിടെ ഒരു കാലം ഒരിടത്തിൽ ഉറച്ച് നമ്മൾ നിൽക്കണ്ടേ? ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഞാൻ ഒരു വിശ്വാസിയായിട്ട് മുന്നോട്ട് പോകുന്ന എന്റെ ഇഷ്ടപ്രകാരം ഞാൻ ക്രിസ്മസ് ഓണവും എല്ലാ ആഘോഷിക്കും. അങ്ങനെ തന്നെയാണ് ഇവിടെ പൊതുസമൂഹത്തിലുള്ള ഒരുപാട് നിങ്ങൾക്കത് അറിയായിട്ടാണ് ഇവിടെ ഉള്ള ഒരുപാട് മുസ്ലിങ്ങൾ അങ്ങനെ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. അതിൽ നിങ്ങൾക്ക് എന്താ പ്രശ്നം?
കോൺട്രാക്ട് ആണ് ബ്രോ. അല്ല ഞാനൊരാളൊന്നല്ല ഇങ്ങനെയുള്ള ആളുകളല്ലേ. നമ്മുടെ കേരളത്തിൽ ഒരുപാട് ആളുകൾ ഇങ്ങനെയുള്ള ആളുകൾ ഉണ്ടായിട്ടാണ് ഇവിടെ നല്ല സന്തോഷവും സമാധാനത്തിലൊക്കെ ഒരു സമൂഹം മുന്നോട്ട് പോകുന്നത്. അപ്പൊ നിങ്ങളെപ്പോലുള്ള ആളുകളാണ് ശരിക്കും അപകടം എന്ന് പറയുന്നത്. നിങ്ങളിപ്പോ എന്നാ ഞാനൊരു ക്രിസ്മസ് ആഘോഷിക്കുന്ന വീഡിയോ ഇട്ടിട്ട് അത് വിളിച്ചിട്ട് അത് ശരിയല്ല എന്ന് പറയുന്നതല്ലേ യഥാർത്ഥത്തിൽ ശരിയല്ലാത്ത? നിങ്ങൾ ഈ പറയുന്നത് ശരിയാണോ? നിങ്ങളിപ്പോ എന്നെ വിളിച്ചിട്ട് ക്രിസ്മസ് ആഘോഷിക്കരുത്, ആശംസ അറിയിക്കരുത് എന്ന് പറയുന്നത് ശരിയാണോ? അങ്ങനെ ഞാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞത് കോൺട്രാക്ടറി അല്ലേ എന്നാണ് ചോദിച്ചത്. അല്ല ആശംസ പറഞ്ഞത് ഓക്കെ. ഞാൻ നിങ്ങൾ എന്താ കരുതുന്നത്? ഞാൻ വിശ്വാസിയാണെങ്കിൽ ഒരിക്കലും എന്ത് ചെയ്യരുത്, ക്രിസ്മസ് ആശംസ അറിയിക്കരുത് അല്ല നിങ്ങൾ പറയുന്നത്? ശിർക്കല്ലേ? ഈ സാക്കിർ നായിക്കു തന്നെയല്ലേ പറയുന്നത്? നിങ്ങൾ സാക്കിർ നായിക്കിനെ അനുകൂലിക്കുന്നുണ്ടോ? നമ്മള് സാക്കിർ നായിക്കിനെ അനുകൂലിക്കുന്നുണ്ടോ? അല്ലേ? ഇല്ല, ഇത് വസ്തുത ഉണ്ടെങ്കിൽ ഞാൻ അനുകൂലിക്കും. സാക്കിർ നായിക്കും ഇതേ തീരുമാനമാണ്, ആരും ക്രിസ്മസ് ആഘോഷിക്കരുത് എന്നാ പറയുന്നത്. അപ്പൊ അത് അനുകൂലിക്കില്ലേ? സാക്കിർ നായിക് മാത്രമേ പറയുന്നുള്ളൂ, വേറെ ഒരു വിശ്വാസി ഒന്നും പറയുന്നില്ല. സാക്കിർ നായിക് മാത്രമേ പറയുന്നുള്ളൂ. സാക്കിർ നായിക്കാണ് ഇപ്പൊ ഞാൻ ഇന്നലെ മിനിയാന്ന് വീഡിയോ ചെയ്തിനി. അപ്പൊ ഞാൻ വീഡിയോ ചെയ്തനുസരിച്ചല്ല ഇപ്പൊ നിങ്ങൾ എന്നെ വിളിച്ചു. അപ്പൊ വീഡിയോ അനുസരിച്ച് നിങ്ങളോട് മറുപടി പറഞ്ഞതേ ഉള്ളൂ. അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ എന്താണ് വേണ്ടത്? ഓക്കെ, നിങ്ങൾ എന്നെ വിളിച്ചു, നിങ്ങൾക്ക് ഇപ്പൊ എന്താണ് വേണ്ടത് അതൊന്ന് പറയോ? നിങ്ങൾക്ക് ഇപ്പൊ ഞാനൊരു വിശ്വാസിയായിട്ട് പോകുന്നത് കൊണ്ട് ഞാൻ എന്ത് ചെയ്യണം എന്നാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? വിശ്വാസിയാണല്ലേ, അപ്പൊ നിങ്ങൾ വന്നിട്ട് ഷിർക്കാണല്ലേ ഏറ്റവും തെറ്റ്? നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? പറഞ്ഞോളൂ, പൂർണ്ണമായി പറഞ്ഞോളൂ. നിങ്ങൾ ഞാൻ പറഞ്ഞോളാം. ഇപ്പൊ ഹിന്ദു ബുക്കിൽ തന്നെ ഇട്ടിട്ടുണ്ടല്ലേ ഐഡൽ വർഷിപ്പ് ചെയ്തു തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ ഐഡൽ വർഷിപ്പ് ചെയ്യുന്നുണ്ടല്ലോ അവര്. നിങ്ങൾ വന്നിട്ട് ഒരു കോൺട്രാഡിക്ടറി ആണല്ലേ? നിങ്ങൾക്ക് ഇപ്പൊ എന്താണ് വേണ്ടത്? ഞാൻ ഇനി ആശംസ അറിയിക്കരുത് എന്നാണോ? ഇല്ല, അതൊക്കെ ഓരോരുത്തരുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യം. ഞാൻ പറയുന്നത് നിങ്ങൾ കോൺട്രാഡിക്ടറി ഇല്ലാതെ ഇപ്പൊ നിങ്ങൾ ഏതെങ്കിലും ഒരു ആശയത്തിൽ ഉറച്ചു നിന്നെങ്കിൽ നമ്മൾ സംസാരിക്കാൻ പറ്റും, നമ്മൾ അതിലുള്ള ഇത് എടുക്കാം. അപ്പൊ നിങ്ങൾ ഏത്തിസ്റ്റ് ആണെന്ന് ഞാൻ വിചാരിച്ചു. നിങ്ങൾ ഏത്തിസ്റ്റ് ഇല്ല എന്ന് നിങ്ങൾ പറഞ്ഞു, നിങ്ങൾ വിശ്വാസി എന്നാണ് നിങ്ങൾ പറയുന്നത്. അപ്പൊ വിശ്വാസിയാണെങ്കിൽ ഏത് തരത്തിലുള്ള വിശ്വാസിയാണ്? അതായത് നിങ്ങൾ ഇതിൽ ഉറച്ചു നിൽക്കുന്നുണ്ടോ? ഇല്ല സെക്യുലറിസം എന്നാണെങ്കിൽ വിശ്വാസി അല്ല എന്നല്ലേ? അതാണ് ഞാൻ ചോദിക്കുന്നത്. അല്ല, ഞാൻ ഈ വിശ്വാസിയായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. അതേപോലെ തന്നെ ഈ രാജ്യത്തെ നിയമങ്ങളെ അങ്ങേയറ്റം അംഗീകരിക്കുന്നുണ്ട്. ഈ രാജ്യത്തെ നിയമം അനുസരിച്ച് മുന്നോട്ട് പോകുന്ന ഒരു പൗരനാണ്. അതേസമയം ഈ മതത്തിൽ വിശ്വസിച്ചും പോകുന്നുണ്ട്. നമ്മളൊക്കെ ഈ രാജ്യത്തല്ലേ ജീവിക്കുന്നത്. ഈ രാജ്യം ഉണ്ടായത് കൊണ്ടാണല്ലോ നമുക്കൊക്കെ ഒരു വിശ്വാസവും ഒരു മതമൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്നത്. ഞാൻ പറയുന്നതാണ് ആക്ച്വലി സെക്യുലറിസം എന്നുള്ള വേർഡ് നമ്മൾ ചേർത്തത് വന്നിട്ട് പിന്നെ ഇന്ദിരാഗാന്ധിയാണ് ചേർത്തത്. അതിനുമ്പ് സെക്യുലറിസം എന്നുള്ള വേർഡ് ഇപ്പൊ പോലും ഇല്ലാതാണ് വരുന്നത്. ഭരണഘടന എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ എഴുതുന്നതല്ലേ. നാളെ ഇപ്പൊ RSS വന്നിട്ട് വേറെ എന്തെങ്കിലും അതിനെ മാറ്റുകയാണെങ്കിൽ നിങ്ങൾ അതിനെ അനുകൂലിക്കും. അപ്പൊ നിങ്ങൾ ഈ രാജ്യത്ത് ജിഹാദ് പ്രവർത്തനം തുടങ്ങിയാൽ നിങ്ങൾ അതിന്റെ കൂടെ അനുകൂലിക്കുവോ? ഇല്ലല്ലോ, ഞാൻ എന്തിനാ? ഇപ്പൊ നമ്മളെ മതം നിങ്ങളെ മതം നിങ്ങൾക്ക്, ഞങ്ങളെ മതം ഞങ്ങൾക്ക് എന്നല്ലേ? അല്ല, അപ്പൊ നിങ്ങൾ പറഞ്ഞല്ലോ ആരെങ്കിലും മാറ്റി ചെയ്താണ്, ആരെങ്കിലും വരുമ്പോ മാറ്റി ചെയ്തതാണ് സംഭവം എന്നല്ലേ? ഇല്ല, നിങ്ങൾ പറഞ്ഞത് ഭരണഘടനയാണ് ഭയങ്കര അങ്ങ് സംഭവം എന്നാണ് പറയുന്നത്. ആണല്ലോ, ഈ രാജ്യത്ത് ജീവിക്കുന്ന ഏതൊരു പൗരനും ഭരണഘടന വലിയ സംഭവം തന്നെയാണ്. ഓക്കെ, വലിയ സംഭവമാണ്. അതിൽ എന്തെങ്കിലും നമ്മൾ ചേഞ്ചസ് കൊണ്ടുവരാൻ പറ്റുമോ? ഇല്ല, ഇങ്ങനെ തന്നെ തുടർന്നാൽ മതിയോ? അത് എങ്ങനെ? അതായത് ഇപ്പൊ ഇരിക്കുന്ന സിസ്റ്റമാണ് കറക്റ്റ് ആണോ? കാലത്തിനനുസരിച്ചുള്ള മാറ്റങ്ങൾ ഉണ്ടാവാം, പക്ഷെ ഈ പറയുന്ന നിങ്ങളൊന്നും ആഗ്രഹിക്കുന്നത് പോലുള്ള മാറ്റങ്ങളല്ല. ഓക്കെ. അപ്പൊ നിങ്ങൾ അതാണ് ഇപ്പൊ നിങ്ങൾ ഇപ്പൊ വിശ്വാസി എന്ന് പറയുന്നു. പക്ഷെ നിങ്ങൾ വന്നിട്ട് ഇപ്പൊ ഓക്കെ ഇപ്പൊ ക്രിസ്മസ് മാത്രമല്ല, നിങ്ങൾ എല്ലാം ആഘോഷിക്കല്ലേ? എന്നാ ഞാൻ ഓണം ആഘോഷിക്കാറുണ്ട്, ക്രിസ്മസ് ആഘോഷിക്കാറുണ്ട്, ഞാൻ എല്ലാ ആഘോഷങ്ങളും ആഘോഷിക്കാറുണ്ട്. ഞാൻ എല്ലാവരും കൂടിയാണ്. ഞാനൊരു പൊതുസമൂഹത്തിൽ ഇടവൈകി ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്. നിങ്ങളോടൊരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾക്ക് വേറെ സുഹൃത്തുക്കളൊന്നുമില്ല? ഒരു മതത്തിൽപ്പെട്ട ആളുകളെ ഉള്ളൂ നിങ്ങൾക്ക് സുഹൃത്തുക്കളായിട്ട്? സുഹൃത്തുക്കളായിട്ടുണ്ട് എല്ലാവരും ഇല്ലേ? അപ്പൊ അവര് ക്രിസ്മസ് ഒക്കെ ആഘോഷിക്കുമ്പോ നിങ്ങളെ വിളിക്കൂലേ? അല്ല, അതിൽ നമ്മൾ അങ്ങനെ പോയി പങ്കെടുക്കാറില്ല, അത് അവര് മനസ്സിലാക്കാറുണ്ട്. എന്താ നിങ്ങൾ പറയാറാണോ ഉള്ളത്? ഇല്ല, ഞാൻ പങ്കെടുക്കൂല. അപ്പൊ ഇപ്പൊ നമ്മൾ ഒരു കേക്ക് എന്തോ അവരടുത്ത് അങ്ങനെ. അപ്പൊ ഇപ്പൊ നിങ്ങളെ മനസ്സിലുള്ളത് യഥാർത്ഥത്തിൽ ഒരു വിശ്വാസിയാണെങ്കിൽ ഇതിലൊന്നും പങ്കെടുക്കരുത് അല്ലേ? അത് ശരിയാണോ? നമ്മളെല്ലാവരും ഒരുമിച്ച് പോകേണ്ട ഒരു സമൂഹമല്ലേ? നമുക്ക് എല്ലാവരും വേണ്ടേ? ഒറ്റക്കൊറ്റ ഒരു മതമായിട്ട് ജീവിക്കുന്നതാണോ നല്ലത്? എല്ലാവരും കൂടി ഒരുമിച്ച് മുന്നോട്ട് പോകുന്നതാണോ നല്ലത്? നിങ്ങൾ എന്താ കരുതുന്നത്? ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ ഞാൻ ചോദിച്ചോട്ടെ. ഒന്നല്ല, ഞാൻ ചോദിച്ചതിന് ഉത്തരം പറയുമ്പല്ലേ. ആ ഉത്തരമാണ് ഞാൻ പറയുന്നത്. അതായത് നിങ്ങൾ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യുന്നു പറയുന്നത് ശരിയാണ്, ഓക്കെ ഫൈൻ. പക്ഷേ ഒരു ലിമിറ്റ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ ഇപ്പൊ നിങ്ങൾ ഈ അമേരിക്കയിൽ ചില ചർച്ചസ് ഒക്കെ നോക്കുകയാണെങ്കിൽ അവർ LGBTQ വന്നിട്ട് അവര് പ്രൊമോട്ട് ചെയ്ത് അവിടുത്തെ ഫ്ലാഗ് ഒക്കെ ചർച്ചയിലൊക്കെ. സോ ഇങ്ങനെ ഇതിനൊരു ലിമിറ്റ് ഇല്ലേ? ഇല്ല, LGBTQ ഫ്ലാഗ് ഒക്കെ അവർ ചർച്ചിൽ വയ്ക്കുക, പിന്നെ അതിനൊക്കെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുക, ചർച്ചിൽ തന്നെ അതിലൊക്കെ ഫാദർ ഒക്കെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുക. അപ്പൊ ഇതിനൊക്കെ ഒരു ലിമിറ്റ് ഇല്ലേ? നിങ്ങൾ ഇങ്ങനെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് പോകണമെങ്കിൽ
അല്ലെ പിന്നെ ഇതിന് ഇപ്പൊ അവിടെ എന്ത് പ്രശ്നം എന്ന് വെച്ചാൽ അവിടെ ഞാൻ ചോദിക്കുന്നത് അറിയോ, പ്രോബ്ലം അറിയില്ല. ഞാൻ ചോദിക്കുന്നത് അതായത് ഞാൻ LGBTQ പറഞ്ഞ കേൾക്കും, ഞാൻ ചോദിക്കട്ടെ, ഒരു സ്റ്റാൻഡപ്പ് കമീഡിയനാണ്. ഒരേ ഒരു കാര്യം ഇത് പറഞ്ഞോളൂ. റസൽ പീറ്റേഴ്സ് എന്ന് പറഞ്ഞ സ്റ്റാൻഡപ്പ് കമീഡിയൻ അവിടെ അമേരിക്കയിലാണ്. പുള്ളി ഏത്തിയസ്റ്റ് ആണ്. പക്ഷെ പുള്ളി ഇപ്പൊ കരഞ്ഞു പറയാണ്, അതായത് എന്റെ മോൾ എന്റെ അടുത്ത് ഒന്ന് പറഞ്ഞു, ഞാൻ വന്നിട്ട് ആണായിട്ട് ലൈക്ക് ജെൻഡർ ചേഞ്ച് ചെയ്യാൻ എനിക്ക് താല്പര്യം ഉണ്ടെന്നൊക്കെ. സോ ഇതൊക്കെ നമ്മൾ കാണുമ്പോൾ ഇതൊക്കെ എവിടെയെന്നാ വരുന്നത്? എപ്പോഴും നമുക്ക് ഇങ്ങനെ കുറച്ച്, അതാണ് ഇസ്ലാം പറയുന്നത്. അതായത് നിങ്ങളൊരു വിശ്വാസിയാണ്, അതേപോലെ തന്നെ നമ്മളും അങ്ങനെ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. അപ്പൊ ഈ LGBTQ ഒക്കെ പറയുന്ന സംവിധാനമൊക്കെ തന്നെ ദൈവം സൃഷ്ടിക്കുന്നല്ലേ? ഇല്ല, അത് നിങ്ങൾ ഡിഫറൻസ് കൊണ്ട് പറയും. ഇപ്പൊ ലെസ്ബിയൻ ഗേ എന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ വേറെ. ഞാൻ ചോദിക്കുന്നത് LGBTQ സംവിധാനങ്ങളുണ്ട്, പല രീതിയിലുള്ള ആളുകൾ ഇവിടെ ഉണ്ടല്ലോ, ജനിക്കുന്നുണ്ടല്ലോ, ഓൾറെഡി ജനിക്കുന്നുണ്ടല്ലോ. അതൊക്കെ തന്നെ ദൈവം സൃഷ്ടിക്കുന്നല്ലേ വിശ്വാസികൾ? ഓക്കെ, നിങ്ങൾ ട്രാൻസ്ജെൻഡർ ആണ് ഉദ്ദേശിക്കുന്നത്, അത് ഞാൻ അക്സെപ്റ്റ് ചെയ്തു. പക്ഷേ അപ്പൊ ഓക്കെ, ഞാൻ ആ വിഷയമൊന്നും നിങ്ങളോടൊപ്പം തർക്കിക്കാനില്ല, അതുകൊണ്ടാണ് ഞാൻ ആ വിഷയങ്ങൾ കൂടുതൽ. പക്ഷെ ദൈവം സൃഷ്ടിക്കുന്നതാണല്ലോ, ലോകത്തുള്ള എല്ലാം ആണല്ലോ വിശ്വാസികളായിട്ടുള്ള എല്ലാവരും വിശ്വസിക്കുന്നത്. അപ്പൊ നമ്മൾ അതിനേക്ക് തള്ളി പറയേണ്ട ആവശ്യം ഉണ്ടോ എന്നുള്ളതാണ് എന്റെ ചോദ്യം. പക്ഷേ അതിലിപ്പോ ഇവർ ആഡ് ചെയ്തിട്ട് പോകണല്ലോ, LGBTQ+RS എന്നൊക്കെ പറഞ്ഞ ഒരു. ഞാൻ ആ വിഷയത്തെ കുറിച്ച് കൂടുതൽ ചർച്ച ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല. ഓക്കെ, നിങ്ങൾ എന്നെ വിളിച്ച വിഷയം വെച്ചാല് നിങ്ങൾക്ക് ഇപ്പൊ ഇനി എന്തെങ്കിലും പറയാനുണ്ടോ ഈ ക്രിസ്മസുമായിട്ട് ബന്ധപ്പെട്ട്? ഒരു വിശ്വാസി അങ്ങനെ പോകാൻ എന്തെങ്കിലും പ്രശ്നമുണ്ടോ നിങ്ങൾക്ക്? അത് എനിക്ക് ഒരേ ഒരു കാര്യം പറയാനുള്ളത്, അത് കോൺട്രാഡിക്ടറി ആണ്. അത് വന്നിട്ട് നിങ്ങൾ തന്നെ വിശ്വാസി നിങ്ങൾ ഐഡന്റിഫൈ ചെയ്തതിന് ശേഷം നിങ്ങൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ അത് പിന്നെ നിങ്ങൾ തന്നെ അത് ചിന്തിക്കണം, പിന്നെ അത് ശരിയാണോ നമ്മൾ യഥാർത്ഥത്തിൽ. അല്ല നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, നമ്മളെ രാജ്യത്ത് എല്ലാവരും ഒരുമിച്ച് മുന്നോട്ട് പോകണം എന്നൊക്കെയാണ് നമ്മൾ ആഗ്രഹിക്കേണ്ടത്. അപ്പൊ ഞാനൊരു കാര്യം പറയട്ടെ, ഫുൾ ആട്ടെ. അപ്പൊ അതൊരു ക്രിസ്മസ് ആണെങ്കിലും ഓണാണെങ്കിലും ഏത് പ്രോഗ്രാം ആണെങ്കിലും എല്ലാരെ കൂടെ ഒരുമിച്ച് ആഘോഷിക്കുമ്പോ അല്ലേ നമ്മളെല്ലാവരും ഒന്നാണെന്ന് തോന്നുക, അല്ലേ? അല്ലാതെ ഇത് നിങ്ങൾ പറയുന്നത് പോലെ ഞാനൊരു ക്രിസ്മസ് ആഘോഷിക്കുമ്പോക്കും വിശ്വാസം പോവെങ്കിൽ ആ വിശ്വാസം എന്ത് വിശ്വാസ? ശരി, എന്നാ പിന്നെ ഞാനൊന്നും ചോദിക്കോട്ടെ, ഇപ്പൊ ഏതെങ്കിലും ക്രിസ്ത്യാനിയോ അല്ല ഹിന്ദു റംസാൻ ഫാസ്റ്റിംഗ് ഇരിക്കുന്നുണ്ടോ? പിന്നെ എന്റെ വീട്ടിൽ വരാറുണ്ട്, എന്നോട് പറയുന്ന ഒരുപാട് ആള്. നിങ്ങൾക്ക് പൊതുസമൂഹമായിട്ട് പ്രത്യേകിച്ച് ഒരു ഐഡിയ ഇല്ലായിട്ടാണ്. പെരുന്നാളിനാണെങ്കിൽ എന്റെ വീട്ടില് ഇഷ്ടം പോലെ എല്ലാ മതത്തിൽപ്പെട്ട ആളുകൾ വരാറുണ്ട്. ഒന്ന് എന്റെ വീട് നല്ലട്ടോ, എന്റെ നാട്ടിലൊക്കെ തന്നെ ഇങ്ങനെയാണ്. എന്റെ വീട് എന്ന് പറയുന്നത് എനിക്ക് ഉദാഹരണം മുന്നോട്ട് വെക്കാണ്. നമ്മുടെ നാട്ടിലൊക്കെ എല്ലാവരുടെ വീട്ടിലും എല്ലാവരും വരാറുണ്ട്. പിന്നെ റംസാൻ നോമ്പ് നോൽക്കുന്ന ആളുകൾ വരണ്ട്. അതൊന്നും ഇല്ലാത്ത, നിങ്ങൾ അതൊന്നും അറിയാത്താണ്. അതൊക്കെ ഐക്യദാർഢ്യം അർപ്പിച്ച് ഞാൻ ഇന്നൊരു നോമ്പ് എടുക്കുന്നുണ്ട് എന്ന് പറയുന്ന ആളുകളുണ്ട്. അപ്പൊ നമ്മൾ അതിനൊന്നും അനുകൂലിക്കുകയോ പ്രതികൂലിക്കുകയോ എന്നല്ല, പക്ഷെ നിങ്ങളൊന്നും ഇത് ആഘോഷിക്കരുത് എന്ന് പറയുന്ന ഒരു ശരിയല്ല എന്നുള്ളതാണ് പറഞ്ഞു തരുന്നത്. അത് നമ്മുടെ രാജ്യത്തിന് വരെ അപകടമായിട്ടുള്ള ഒരു കാര്യമാണ് നിങ്ങൾ ഇപ്പൊ എന്നെ വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇല്ല, ഞാൻ അങ്ങനത്തെ ഉദ്ദേശിച്ചില്ല. അല്ല, പിന്നെ എന്ത് ഉദ്ദേശമാണ്? ഒരു ക്രിസ്മസ് ആഘോഷിക്കുമ്പോ നിങ്ങൾക്ക് എന്താണ് പ്രശ്നം വരുന്നത്? നിങ്ങൾ ഏത്തിയസ്റ്റ് എന്ന് വിചാരിച്ച് പറയുകയാണെങ്കിൽ എന്റെ വേറെ പോലെ ആയിരുന്നു. ഓക്കെ, ഫൈൻ. ഇപ്പൊ നിങ്ങൾ വിശ്വാസി എന്ന് പറഞ്ഞോട് നിങ്ങളെ ഞാനൊരു കാര്യം വെക്കട്ടെ, ഒരു വിശ്വാസി എന്ന് പറയുന്ന ആളുകളാ എന്തിനാണ് നിങ്ങൾ ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നത്? ഒരുമിച്ച് പോവല്ലേ വേണ്ടി? ഒരുമിച്ച് പോയിക്കോളൂ, ഒരു കുഴപ്പമില്ല. അതായത് ഇപ്പൊ നിങ്ങൾ വന്നിട്ട് ഇത് കുറിച്ച് അത് ആരെയും നമ്മൾ വന്നിട്ട് എതിർത്ത് സംസാരിക്കുക, അങ്ങനൊന്നും കുഴപ്പമില്ല. പക്ഷെ നിങ്ങൾ ക്രിസ്മസ് മെരി ക്രിസ്മസ് പറയുന്നതാണ് ഞാൻ വിശ്വാസം എന്ന് പറഞ്ഞതിന് ശേഷമാണ് ഞാനിങ്ങനെ പറയുന്നത് ആക്ച്വലി. ഇല്ലാതെ വേറെ ആരെയും ക്രിസ്ത്യാനി. അപ്പൊ നമ്മളൊക്കെ പറയുമ്പോ ഈ സാക്കിർ നായിക്കിനെ പോലുള്ള ആളുകളെ പിന്തുണയ്ക്കാന്നല്ലേ ഇതിന്റെ അർത്ഥം? അല്ലല്ല, സാക്കിർ നായിക്കിനെ ഞാൻ ഇപ്പൊ എനിക്ക് ഡിഫറൻസ് ഒക്കെ ഉണ്ട് സാക്കിർ നായിക്കിനോടും മറ്റേ ആൾക്കാരോടും ഒക്കെ, അതൊക്കെ ഡിഫറൻസ് ഉണ്ട്. അല്ല, അപ്പൊ സാക്കിർ നായിക്കും നിങ്ങൾ ഈ പറഞ്ഞതുപോലെ തന്നെയാണ് ക്രിസ്മസ് ആഘോഷിക്കരുത് എന്നാ പറയുന്നത്? ഇല്ല, പുള്ളി മ്യൂസിക് ഹറാം പറഞ്ഞില്ല. ഇപ്പൊ മ്യൂസിക് ഹറാം എന്നുള്ളതിന് നമുക്ക് വ്യക്തമായിട്ടുള്ള തെളിവില്ലല്ലോ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലേ. അല്ല, നിങ്ങൾ എന്താ ചെയ്യുന്നത്? നിങ്ങൾ ഇവിടെ തമിഴ്നാട്ടിലാ? ഞാൻ തമിഴ്നാട്ടാണ്. എന്താ ചെയ്യുന്നത്? ഞാൻ ആക്ച്വലി അബ്രോഡിലൊക്കെയാണ്, ഇപ്പൊ ഞാൻ ഇവിടെയാണ്. അല്ല, നിങ്ങൾക്ക് ഇതുപോലെ നിങ്ങൾ വേറെ ആളുകളെ വിളിക്കാറുണ്ടോ ക്രിസ്മസ് ആഘോഷിക്കുന്ന? ആരെയും മുസ്ലിങ്ങൾ എനിക്ക് അറിഞ്ഞില്ല ഇങ്ങനെ വിശ്വാസി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു പറയാനായിട്ട്. എനിക്ക് അതായത് ഇപ്പൊ ക്രിസ്ത്യൻ സുഹൃത്തുക്കളെ കൊണ്ട് അവരൊക്കെ വെച്ചു, പക്ഷെ അവരെന്നെ ഇപ്പൊ എന്റെ അടുത്ത് ഇങ്ങനെ കേക്ക് കൊണ്ടുവന്ന് ഇങ്ങനെ ഇത് നിർബന്ധിക്കുക അങ്ങനെയൊന്നും ഇല്ല. സോ അത് നമുക്ക് ഒരു കുഴപ്പമില്ലല്ലോ. ഇപ്പൊ നമ്മൾ ഹിന്ദു അമ്പലങ്ങൾ ഇവിടെ തിരുനെൽവേലി ഇവിടെ ട്രെക്കിംഗ് പ്ലേസസ് ഒക്കെ ഉണ്ട്, ഹിന്ദു അമ്പലങ്ങൾക്ക്, അവിടെയൊക്കെ പോകും.
അവിടെയൊക്കെ പോവാണെങ്കിൽ ഇപ്പൊ നമ്മൾ പോയി ഇപ്പൊ സ്വാമി തൊഴും അങ്ങനെ ഒന്നും ചെയ്യില്ലല്ലോ. അവിടെ പോകാനും നമ്മൾ ആ പ്ലേസ് എൻജോയ് ചെയ്തിട്ട് വരുന്നത്, അങ്ങനെയുള്ളൂ. അതാണ് ഞാൻ പറഞ്ഞത്. അല്ല, നിങ്ങൾ എന്നെ വിളിച്ചത് ആ ഒരു ശരിയില്ല സംഭവം. നമ്മളെ ഇതൊരു മതരാജ്യം ഒന്നല്ലല്ലോ. മതരാജ്യത്തൊക്കെ പറയുമ്പോലല്ലേ നിങ്ങൾ എന്നെ വിളിച്ചു പറയുന്നത്. ആണ് ഇല്ല ബ്രോ, ഞാൻ പറഞ്ഞത് ഇപ്പൊ നിങ്ങൾ വിശ്വാസി പറഞ്ഞിട്ട് പറയുമ്പോൾ അതിൽ കോൺട്രഡിക്ഷൻ ഇല്ലേ എന്ന് അതെന്താണ് ഇപ്പൊ ഞാനൊക്കെ കാണുന്ന എല്ലാ അപ്പൊ ആളുകളൊക്കെ ക്രിസ്മസ് ആഘോഷിക്കും. അപ്പൊ അവരൊന്നും വിശ്വാസികളല്ലേ? ഏത്? ഞാനൊക്കെ കാണുന്ന ഒരുപാട് മുസ്ലിങ്ങളുണ്ട്, അവരൊക്കെ ക്രിസ്മസ് ഒക്കെ ആഘോഷിക്കുന്നുണ്ട്. അപ്പൊ അവരൊന്നും മുസ്ലിങ്ങളല്ല എന്നാണോ നിങ്ങളെ നിലപാട്? അല്ല, അത് നമ്മളെ അതായത് ബിലീഫിന് എഗെയിൻസ്റ്റ് ആയിട്ട് പോകണുള്ളൂ എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ, വേറെ ഒന്നുമില്ല. നിങ്ങള് നിങ്ങളോട് ഞാനൊരു കാര്യം പറയാം, നമ്മൾ ജീവിക്കുന്നത് ഒരു ജനാധിപത്യ മതേതരത്വ രാജ്യത്താണ്. അപ്പൊ നിങ്ങൾ പറഞ്ഞോളാണെങ്കിൽ ഇന്ദിരാഗാന്ധി എഴുതി ചേർക്കപ്പെട്ടതല്ല നിങ്ങൾ പറഞ്ഞത്. ഓക്കെ, ഇന്ദിരാഗാന്ധി എഴുതിയതാണ് മതേതരത്വം, അതിനു മുമ്പ് മതേതരത്വം അല്ലായിരുന്നല്ലേ നിങ്ങൾ പറഞ്ഞപ്പോ എന്നോട്? സെക്യുലറിസം എന്ന് പറയുന്നത് നമ്മള് ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയായിട്ട് ഇരിക്കുമ്പോഴാണ്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഏതാണ് താല്പര്യം? മതേതരത്വമാണ് അതിനു മുമ്പുള്ളതാണ് താല്പര്യം? ഇല്ല, ഞാൻ പറഞ്ഞത് അതിൽ ചേഞ്ചസ് നമ്മൾ എപ്പോഴും നാളെ കൂടെ ചേഞ്ചസ് വരാമല്ലോ, അങ്ങനെയാണ് ഞാൻ പറഞ്ഞത്. ചേഞ്ചസ് വരെ വന്നുകൊണ്ടിരിക്കാമല്ലോ, അത് ഇതാണ്. പിന്നെ നമ്മുടെ ഇന്ത്യ പോലത്തെ രാജ്യത്തിൽ അത് കറക്റ്റാണ്. ഇപ്പൊ നമ്മള് നിറയെ റിലീജിയൻസ് ഒക്കെ ഉള്ളതുകൊണ്ട് കറക്റ്റാണ്. നമ്മളിപ്പോ സെക്യുലറിസം പോലത്തെ ഇതിലിരിക്കാനാണ്, അപ്പാണ് നമ്മൾ ഇത് പോണത്. പക്ഷേ അതിലൊരു കുഴപ്പമുണ്ട്. ഇപ്പൊ നമ്മളെ പ്രൈം മിനിസ്റ്ററോ ചീഫ് മിനിസ്റ്ററോ ആയിട്ട് ഏതെങ്കിലും ഒരു മതപരമായിട്ടുള്ള ഒരു ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുകയാണെങ്കിൽ അത് നമ്മൾ ചോദ്യം ചെയ്യാമല്ലോ. അത് ചോദ്യം ചെയ്യാൻ പറ്റൂലല്ലോ. അപ്പൊ അങ്ങനെ ആവുമ്പല്ലേ ഇപ്പൊ നിലവിൽ ഒരു വ്യക്തി ഒരാളെ മതമായിട്ട് പോകുന്നതിൽ നിങ്ങൾക്ക് എന്താ ബുദ്ധിമുട്ട്? നിങ്ങൾ മുസ്ലിം ആയിട്ട് നിങ്ങളെ ഇഷ്ടത്തിന് പോകുന്നില്ലേ? അതേപോലെ ഒരു ഹിന്ദു ആയ ഒരാൾക്ക് ഹിന്ദു ആയിട്ട് മുന്നോട്ട് പോയിക്കൂടെ? ഒരു ക്രിസ്ത്യൻ ആയിട്ടുള്ള ക്രിസ്ത്യൻ മുന്നോട്ട് പോയിക്കൂലേ? ഇപ്പൊ മുസ്ലിം ആയിട്ടുള്ള ഞാനൊന്ന് പറയട്ടെ, മുസ്ലിം ആയിട്ടുള്ള ഗവർണർ ഉണ്ട്, നമ്മുടെ BJP ആയി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. ക്രിസ്ത്യൻ ആയിട്ടുള്ള മന്ത്രി ഉണ്ട്. അപ്പൊ ഇവരൊക്കെ തന്നെ ഇവരെ മതമായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. അപ്പോ നിങ്ങൾ മുസ്ലിം ആയിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. അപ്പൊ നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായ ഒരു വ്യക്തിക്ക് മതമായിട്ട് മുന്നോട്ട് പോകുന്നത് ശരിയല്ല എന്ന് പറയുന്നത് തന്നെ ഒരു ശരിയേടല്ലേ? ഇല്ല, പക്ഷേ ഞാൻ മനസ്സിലാക്കിയത് ആക്ച്വലി നിങ്ങൾ അവിടെ രവിചന്ദ്രൻ എന്നൊരു പുള്ളിയുണ്ടല്ലോ, ഏത്തിസ്റ്റ് ഇല്ലേ, ആ പുള്ളിയുടെ സ്പീച്ച് കേട്ടപ്പോഴപ്പോഴും അയാളാണ് പറഞ്ഞത് സെക്യുലറിസം പറഞ്ഞാൽ നമ്മൾ എല്ലാത്തിനും അവോയ്ഡ്, അതായത് ഇന്ദിരാഗാന്ധി അങ്ങനെയാണ് ഇരുന്നതെന്നാണ് ഇപ്പൊ പറഞ്ഞത്. അത് എനിക്കറിയില്ല, ഞാൻ അതൊന്നും കൂടുതൽ കാണാറില്ല. ഓക്കെ, മനസ്സിലായില്ലേ? അപ്പൊ ഞാൻ നിങ്ങളോട് പറഞ്ഞുതരാം, നിങ്ങൾ ഈ പറയുന്നത് അല്ലെങ്കിൽ ഒരു ക്രിസ്മസ് ഞാൻ ആഘോഷം പറയുന്നതിൽ വരെ നിങ്ങൾക്ക് ഇത്രത്തോളം ബുദ്ധിമുട്ടുണ്ടാകുന്നത് വളരെ മോശമാണ്. അത് നിങ്ങളോട് തുറന്ന് ഞാൻ പറയുന്നതേ ഉള്ളൂ. ശരി, അപ്പൊ നിങ്ങളുടെ ഒപ്പീനിയൻ എന്താ? നിങ്ങൾ ഫ്രാങ്ക് ആയിട്ട് പറയും. ഇപ്പൊ നിങ്ങൾ വന്നിട്ട് ഒപ്പീനിയൻ എന്താ? സെക്യുലറിസം ഓക്കെ, എനിക്കത് മനസ്സിലായി, നമ്മൾ ഇങ്ങനെ സമൂഹത്തിൽ ജീവിക്കുമ്പോൾ അതൊക്കെ മനസ്സിലായി. പക്ഷെ നിങ്ങളെ ബിലീഫ് ഇല്ലേ, എന്താണ്? അതെ, സിമ്പിൾ ഉത്തരല്ലേ, പ്രത്യേകിച്ച് കൂടുതൽ ചിന്ത വേണോ? ഒരു മുസ്ലിം അല്ലെങ്കിൽ ഒരു ഹിന്ദു അല്ലെങ്കിൽ ഒരു ക്രിസ്ത്യന് മറ്റു മതങ്ങളെ ആചാരങ്ങൾ പങ്കെടുക്കുമ്പോൾ അല്ലെങ്കിൽ ആഘോഷങ്ങളിലൊക്കെ പങ്കെടുത്താൽ, ഒന്ന് പോയി സന്ദർശനമൊക്കെ നടത്തിയാൽ സ്വന്തം മതം തകർന്നു പോകുന്നു വിചാരിക്കുന്നതിന് ആന മണ്ടത്തരല്ലേ? അങ്ങനെയില്ല, ഞാൻ തകർന്നു പോകുന്നു ഞാൻ പറഞ്ഞില്ലല്ലോ. അപ്പൊ ശരിയല്ല എന്ന് പറയുന്നതിന്റെ അർത്ഥം അതല്ലേ? ഇല്ല, നിങ്ങൾ ഒരു ഇന്റലക്ച്വൽ ഓണസ്റ്റി ഉണ്ടോ എന്നാണ് ഞാൻ ചോദിച്ചത്. ഇപ്പൊ ഞാൻ ഒരു ആശയത്തിൽ നിൽക്കുകയാണെങ്കിൽ ആശയത്തിന് നമ്മൾ എന്താണ് ഞാൻ ഇങ്ങനെയാണ് നിന്ന് മുന്നോട്ട് പോകുന്നത്, ഇതാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്, ഇതാണ് എന്റെ താല്പര്യം, ഞാൻ ഒരു വിശ്വാസിയായിട്ട് മുന്നോട്ട് പോകുന്നു. പക്ഷെ ഈ രാജ്യത്തുള്ള എല്ലാ ആളുകളെയും അനുകൂലിക്കുന്നു, ബഹുമാനിക്കുന്നു, റെസ്പെക്ട് ചെയ്യുന്നു, എല്ലാം ചെയ്ത് മുന്നോട്ട് പോകുന്നു. അതൊക്കെ നല്ല കാര്യം തന്നെയാണ്. അപ്പൊ ഓക്കെ, അതൊക്കെ നല്ല കാര്യമാണെങ്കിൽ ഞാൻ ക്രിസ്മസ് ആഘോഷിക്കുന്നതിലോ അല്ലെങ്കിൽ അവരൊപ്പം പോയി ഫുഡ് കഴിക്കുന്നതിലോ എന്താണ് പ്രശ്നം? ഓക്കെ, ഇപ്പൊ ഒരു ക്രിസ്ത്യാനി ആയിട്ട് തന്നെ ഐഡന്റിഫൈ ചെയ്യുന്ന ആൾ ഇങ്ങനെ അമ്പലത്തിൽ പോയി തൊഴുവോ ഇല്ല എന്തെങ്കിലും ചെയ്യുമോ? അത് ഈ നമ്മളെ പള്ളിയിൽ വന്ന് നിസ്കരിച്ച കാര്യം നല്ലല്ലോ ഞാൻ പറയുന്നത്. ഞാൻ ക്രിസ്മസ് ആഘോഷവുമായി ബന്ധപ്പെട്ട കാര്യമല്ലേ പറയുന്നത്. നമ്മുടെ ഈ പറയുന്ന ഈ ക്രിസ്ത്യൻ ആണെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും പോവാറുണ്ട്, ഹിന്ദു ആണെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും പോവാറുണ്ട്, മുസ്ലിം ആണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോവാറുണ്ട്. പക്ഷെ നിങ്ങളെപ്പോലെയുള്ള ഇതുപോലെയുള്ള ഈ ചിന്തയുള്ള ആളുകളാണ് വലിയ പ്രശ്നം. നിങ്ങളോട് തുറന്ന് ഞാൻ പറയാണ്, എനിക്ക് യാതൊരു വെറുപ്പും ഇല്ല. ആര് പറഞ്ഞു? ഈ വെറുപ്പില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് നിങ്ങൾക്ക് നിങ്ങൾ എന്നെ സാധാരണ വിളിക്കാറുള്ളത് പല വിഷയങ്ങളുമായി ബന്ധപ്പെട്ട? നിങ്ങൾ എന്റെ ഒരൊറ്റ ഷോർട്സ് കണ്ട് ഞാൻ ക്രിസ്മസ് ആശംസ പറഞ്ഞ ഒരൊറ്റ ഷോർട്സ് കണ്ടിട്ടാണ് നിങ്ങൾ വിളിക്കുന്നത്. ഞാൻ എല്ലാ ആഘോഷങ്ങൾക്കും ആശംസ അറിയിക്കാറുണ്ട്, എല്ലാവരും ഉണ്ട്. പിന്നെ നിങ്ങൾ ഈ പറയുന്ന ഇപ്പൊ നിങ്ങൾ എന്നോട് വരെ ഫോൺ വിളിച്ച് ഇതുപോലെ ആഘോഷിക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളൊക്കെ എത്ര ആളുകളോട്
അല്ല നിങ്ങൾ തെറ്റായിട്ടാണ് പറഞ്ഞത്. ഞാൻ ആഘോഷിക്കരുതെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞത് ഒരു ഇന്റലക്ച്വൽ ഓണസ്റ്റി ഉണ്ടോ, കോൺട്രാഡിക്ടറി അല്ലേ എന്നാണ് ചോദിച്ചത്. അത്രേ ഞാൻ ചോദിച്ചോളൂ. പിന്നെയൊക്കെ നിങ്ങളെ വാക്കുകൾ. അല്ല ഓക്കെ, നിങ്ങൾ എന്നോട് ഇങ്ങനെ ഇത്രയും ശ്രദ്ധിച്ച് സംസാരിക്കുന്ന ഓക്കെ ഞാൻ അംഗീകരിച്ച്. പക്ഷെ നിങ്ങളുമായി ബന്ധപ്പെട്ട ആളുകളോട് നിങ്ങൾ എത്ര പറഞ്ഞിട്ടുണ്ടാവും ഇതേ കാര്യങ്ങൾ ആശംസ അറിയിക്കുന്നത് ശരിയല്ല, അത് ഈ യഥാർത്ഥ വിശ്വാസികളല്ല എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടാവില്ലേ? അങ്ങനെ അവര് ആശംസകളൊന്നും അവര് ജസ്റ്റ് അങ്ങനെ ടോളറേറ്റ് ചെയ്യുക, അങ്ങനെ പോവാ. നല്ല ഒരു ഈ ആശംസ അറിയിക്കുന്നത് കണ്ടിട്ട് പോലും നിങ്ങൾക്ക് പ്രശ്നമാണെങ്കിൽ സാക്കിർ നായിക്കിനൊക്കെ അനുകൂലിക്കുന്ന ഒരുപാട് ആളുകളുണ്ടെന്നല്ല നമ്മൾ പറയുന്നത്. നിങ്ങൾ തിരിച്ചും നിങ്ങൾ അങ്ങനെ ആ ആംഗിളിലാണ് നിങ്ങൾ വരുന്നത്. നിങ്ങൾ പ്രശ്നം എന്നാണ്. എനിക്ക് യാതൊരു പ്രശ്നവുമില്ല. നിങ്ങൾക്ക് നമ്മുടെ പ്രധാനമന്ത്രി പോകുന്നതിൽ പ്രശ്നമുണ്ട്. ഏത് അമ്പലങ്ങളിൽ പോകുന്നത്? പ്രധാനമന്ത്രി മാത്രമല്ല, ഇപ്പൊ രാഹുൽ ഗാന്ധി പോയാലും ഞാൻ അത് പറയാം. അത് അമ്പലത്തിൽ മോസ്കിൽ പോയാലും നമ്മൾ പറയാമല്ലോ. കാരണം ഇപ്പൊ മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞാൽ അത് ഒരു മതത്തിന്റെ പേരിലുള്ള പാർട്ടിയല്ലേ. പക്ഷെ നിങ്ങൾ അവര് മതേതരത്വം ഉയർത്തിപ്പിടിക്കുന്നുണ്ട് സുഹൃത്തെ, അറിയില്ലെങ്കിൽ പറഞ്ഞുതരാം. ഓക്കെ, അവര് മതേതരത്വം എന്നാണ് നിരന്തരം പറയാറുള്ളത്. അതില്ല എന്നുള്ളത് വേറൊരു യാഥാർത്ഥ്യമാണെങ്കിലും അവര് മതേതരത്താണ് നിരന്തരം പറയാറുള്ളത്. ആ പാർട്ടിയിൽ ഏത് മതക്കാരാണ് ഉള്ളത്? ആ മുസ്ലിം ആണുള്ളത്. പക്ഷെ അവർ ഞാൻ നിങ്ങളോട് പറയട്ടെ, അല്ല നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം. ഈ മുസ്ലിം ലീഗ് എന്ന് പറയുന്നവർ നിരന്തരം പറയാറുള്ളത് അവര് മതേതരത്വ പാർട്ടിയാണെന്നും അവരങ്ങനെയാണ് മുന്നോട്ട് പോകുന്നതുമാണ്. അപ്പൊ പിന്നെ നിങ്ങൾ മുസ്ലിം ലീഗ് അല്ലല്ലോ, നിങ്ങൾ മുസ്ലിം ലീഗ് പാർട്ടി ഒന്നും അല്ലല്ലോ. ഓക്കെ, അപ്പൊ മുസ്ലിം ലീഗുകാർ പറയുന്നത് ഞാനും നിങ്ങൾ വിശ്വസിക്കുക എന്നുള്ളതല്ലേ നമ്മൾ ചെയ്യേണ്ടി. അപ്പൊ അവർക്ക് മുസ്ലിം പള്ളിയിൽ പോകുന്നതിന് ഒരു പ്രശ്നവും നിങ്ങൾ കാണുന്നില്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് എങ്ങനെ രാഹുൽ ഗാന്ധിയും ഈ പ്രധാനമന്ത്രിയും അമ്പലത്തിൽ പോകുന്നത് മാത്രം പ്രശ്നമാണ്? രാഹുൽ ഗാന്ധിയെ പോകുന്നത് പറഞ്ഞാൽ ഇപ്പൊ അവരെ പാർട്ടിയാണ് സെക്യുലറിസം വേർഡ് ആഡ് ചെയ്ത് പിന്നെ RSS നിരോധിച്ചു അറിയാലോ ആ ടൈമിൽ. ഞാൻ നിങ്ങളോട് കൂടുതലൊന്നും പറയുന്നില്ല. ഞാൻ ഒരൊറ്റ കാര്യമാണ് പറയുന്നത്. മുസ്ലിം ലീഗ് പള്ളിയിലൊന്നും പോകുന്നതിന്, MP-മാര് പള്ളിയിൽ പോകുന്നതിന് ഒരു പ്രശ്നവും ഇല്ലാന്നും. ഇനി ഒക്കെ പോട്ടെ, കോൺഗ്രസിലുള്ള മുസ്ലിം MP-മാരുണ്ടല്ലോ, അവര് പള്ളിയിൽ പോകുന്നത് നിങ്ങൾക്ക് പ്രശ്നമുണ്ടോ? ഇല്ല, വ്യക്തിപരമായിട്ട് പോണതിൽ എനിക്ക് പ്രശ്നം. അപ്പൊ പ്രധാനമന്ത്രി പോകുന്നതിനും രാഹുൽ ഗാന്ധി ക്ഷേത്രത്തിൽ പോകുന്നതിനും നിങ്ങൾക്ക് എന്താ പ്രശ്നം? രാഹുൽ ഗാന്ധി പോയതിന് ആരാണ് ഇവിടെ ക്രിറ്റിസൈസ് ചെയ്തത്? നിങ്ങളല്ലേ ക്രിറ്റിസൈസ് ചെയ്തില്ലേ? അത് പൊളിറ്റിക്സ്, അതവിടെ നിൽക്കട്ടെ. ഞാൻ നിങ്ങളോടാണ് ചോദിക്കുന്നത്, നിങ്ങൾക്കത് പ്രശ്നമാണ്? വ്യക്തിപരമായിട്ട് ആര് അമ്പലത്തിലോ ചർച്ചിലോ മോസ്കിലോ പോയി എനിക്ക് യാതൊരു. പിന്നെ നിങ്ങളല്ലേ ഇപ്പൊ പറഞ്ഞത് പ്രധാനമന്ത്രി പോകുന്നത് ശരിയല്ലാന്ന്? ഇല്ല, രാഹുൽ ഗാന്ധിയെ പറഞ്ഞോണ്ട് ഞാൻ പറഞ്ഞു, അത്രേ ഉള്ളൂ. ടെമ്പിൾ റൺ എന്ന് പറഞ്ഞ് ക്രിറ്റിസൈസ് ചെയ്തില്ലേ? അത് പൊളിറ്റിക്സ് അല്ലേ? ഞാൻ നിങ്ങളോടാ ചോദിക്കുന്നത്. നിങ്ങൾക്ക് പ്രധാനമന്ത്രി അമ്പലത്തിൽ പോകുന്ന പ്രശ്നമാണ്. ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, എനിക്ക് വ്യക്തിപരമായി നിങ്ങൾ ആദ്യം പറഞ്ഞത് അങ്ങനെയല്ല. നിങ്ങൾ ആദ്യം പറഞ്ഞ നിങ്ങൾക്ക് സാധനമാണെങ്കിൽ ഈ റെക്കോർഡ് അയച്ചു തരാം. അതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോഴും ഞാൻ അതാണ് പറഞ്ഞത്. അതായത് ഒരു പൊസിഷനിൽ ഉള്ള ഒരാള് സെക്യുലറിസം എന്നുള്ള ഒരു ഓത്ത് എടുത്തതിന് ശേഷം അതായത് അവർ വന്നിട്ട് ഇങ്ങനെ ചെയ്യാൻ പാടുള്ളൂ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. അങ്ങനെ ചെയ്യാൻ ഓക്കെ, അങ്ങനെയാണെങ്കിൽ മുസ്ലിം MP-മാര് പോകുന്നതിന് പ്രശ്നമല്ലേ എന്നെ ചോദ്യം? അത് എനിക്കറിയില്ല ബ്രോ. ഞാൻ മുസ്ലിം പള്ളിയിൽ പോകുന്നതിന് ഒരു പ്രശ്നമില്ലാന്നോ അമ്പലത്തിൽ പോകുന്ന പ്രശ്നം എന്താണ്? ഇവര് രണ്ടും ഒരേ സത്യപ്രതിജ്ഞയല്ലേ ചെയ്ത്? ഇന്ത്യയിൽ ഒരേ സത്യപ്രതിജ്ഞ അല്ല എല്ലാവരും ചെയ്യുന്നത്. പ്രത്യേകിച്ച് മാറ്റണം. പിന്നെ ചില ആളുകൾ മതമല്ലാത്ത രീതിയിൽ സത്യപ്രതിജ്ഞ ചെയ്യാണ്ട് അവരെ നമുക്ക് മാറ്റി നിർത്താം. അതല്ലോ കേസല്ല നമ്മൾ ചർച്ച ചെയ്യുന്നത്. അപ്പൊ എങ്ങനെയാ നിങ്ങൾക്ക് മുസ്ലിം പള്ളിയിൽ പോകുന്നത് തെറ്റാന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുന്നില്ല, പൊസിഷനിൽ ഉണ്ടായിട്ട് പോലും, അല്ലേ? ഇല്ല, സെക്യുലറിസം നമ്മൾ എടുത്തതിന് ശേഷം പോണത് തെറ്റാണ്, അത് ഞാൻ പറയാം. സെക്യുലറിസം എന്നുള്ള ഇതിന് ശേഷം പോണത് തെറ്റാണ്. കാരണം നിങ്ങൾ ഈ മതേതരത്വം കൊണ്ടൊക്കെ നിങ്ങൾ തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. ഓക്കെ, അതായത് മതേതരത്വം എന്നൊക്കെ പറയുന്ന സ്വന്തം ഒരാൾക്ക് മതം വേണേ വിശ്വസിക്കുക, വേണേ വിശ്വസിക്കാതിരിക്കുക, ഏത് മതത്തിൽ വിശ്വസിക്കുക, മറ്റൊരാളെ ഉപദ്രവിക്കരുത്. ഇപ്പൊ എന്റെ മതം കൊണ്ട് അല്ലെ നിങ്ങളെ മതം കൊണ്ട് മറ്റൊരാൾക്ക് ഉപദ്രവം ഉണ്ടാവരുത്. അപ്പൊ നിങ്ങൾ ഇപ്പൊ അതാണ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നെ നിങ്ങൾ വിളിച്ചിട്ട് പറയാണ് നിങ്ങൾ അത് ചെയ്തത് ശരിയല്ല, മതപരമായിട്ട് നിങ്ങൾ ചെയ്തത് ശരിയല്ല, അതാണ് നിങ്ങൾ എന്നോട് പറഞ്ഞത് അല്ലേ? മതപരമായിട്ട് അല്ലേ? അതായത് നിങ്ങൾ ഉദ്ദേശിച്ചതുപോലെയുള്ള ശരിയല്ല ഞാൻ ചെയ്യുന്നതല്ല നിങ്ങൾ ഉദ്ദേശിച്ച്? ഞാൻ ഉദ്ദേശിച്ചൊന്നുമില്ല. ഇപ്പൊ നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ. ഇപ്പൊ നിങ്ങളെ കിതാബ് നിങ്ങൾ നോക്കുകയാണെങ്കിൽ എനിക്കറിയാലോ, എനിക്കറിയുന്നതാണ് ഞാൻ ചെയ്യുന്നത്. ഞാൻ അറിയുന്നതും എന്റെ ഇഷ്ടങ്ങളും എന്റെ നിലപാടുകളുമാണ് ഞാൻ മുന്നോട്ട് വെക്കുന്നത്. ഓക്കെ ഞാൻ ഒരു കാര്യം ചോദിച്ചാൽ, ഓക്കെ ഫൈൻ, നിങ്ങൾ പറഞ്ഞത് ഇപ്പൊ നിങ്ങൾ എല്ലാം വന്നിട്ട് ഇങ്ങനെല്ലാം പറഞ്ഞാൽ ഓക്കെ, യൂത മതത്തിനെ കുറിച്ച് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? എങ്ങനെ യൂത മതത്തിനെ കുറിച്ച് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? ഞാനൊരു കാര്യം നിങ്ങളോട് പറയട്ടെ. ഞാൻ ഏതൊരു മതത്തിലും ആര് മുന്നോട്ട് അത് വിശ്വസിച്ച് മുന്നോട്ട് പോകുന്നതിലും എനിക്ക് യാതൊരു പ്രശ്നവുമില്ല. കാരണം എന്താ അറിയോ, അവര് മറ്റൊരാളെ ഉപദ്രവിക്കുമ്പോ അല്ലെങ്കിൽ എനിക്ക് ഉപദ്രവം ഉണ്ടാകുമ്പോ അല്ലെ നിങ്ങൾക്ക് ഉപദ്രവം ഉണ്ടാകുമ്പോ അല്ലെ നമ്മൾ അതിനെക്കുറിച്ച് എതിർക്കേണ്ടിയുള്ളൂ. നിങ്ങൾക്ക് ജൂത മതത്തിലുള്ള
അങ്ങനൊന്നും ഇല്ലല്ലോ. അല്ല 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 ഞാൻ നിങ്ങളോട് ചോദിക്കാൻ കാരണം എന്താ അറിയോ, ഈ ഹമാസ് ഒക്കെ ആഗ്രഹിക്കുന്നത് അതാണ്. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് നിങ്ങളോട്. ഇപ്പൊ ക്രിസ്മസ് ഇതാക്കരുത്, ഞാനൊരു കാര്യം പറയട്ടെ, ക്രിസ്മസ് ഈ ആശംസ പോലും അറിയിക്കരുത് എന്ന് പറയുന്നതും ഹമാസിനെ പിന്തുണയ്ക്കുന്നവരും ഹമാസുകാരുമാണ്. അതേപോലെ തന്നെ നിങ്ങളിപ്പോ ഏത് കൂട്ടത്തിൽ പെട്ടതാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഞാൻ ചോദിച്ചത്. നിങ്ങൾക്ക് ജൂതന്മാരായിട്ടുള്ള ആളുകളോട് വെറുപ്പുണ്ടോ, ദേഷ്യമുണ്ടോ? എനിക്ക് അങ്ങനെ ഒരു വെറുപ്പ്. അപ്പൊ പിന്നെ നിങ്ങൾ എന്തിനാണ് ജൂതം അതുമായി ബന്ധപ്പെട്ട്, അല്ല നിങ്ങൾ പിന്നെ എന്തിനാണ് എന്നോട് ചോദിച്ചത്? ഞാൻ ഇന്നൊരു കാര്യം പറയാം. ആക്ച്വലി പിന്നെ ഇസ്രായേലിൽ ഇരിക്കുന്ന നിറയെ പേര് ആക്ച്വലി വിശ്വാസികളില്ല, അറിയാലോ. എനിക്ക് ഇവിടെ ഹിമാചലിലൊക്കെ ഞാൻ ട്രാവൽ ചെയ്യുമ്പോൾ നിറയെ ആൾക്കാരെ കാണാറുണ്ട്. ഓക്കെ, വ്ളോഗർമാര് പറഞ്ഞുണ്ടാക്കുന്നല്ലേ വിശ്വാസം ഇല്ലാന്നും വിശ്വാസം ഉണ്ട് എന്നൊക്കെ ഉള്ളത്? അല്ലല്ല, ഞാൻ നിറയെ ഇസ്രായേലികൾ എനിക്കറിയാം ബ്രോ. ആക്ച്വലി ഹിമാചലിലൊക്കെ ഞാൻ ട്രാവൽ ചെയ്യുമ്പോൾ. ഓക്കെ ഓക്കെ ഓക്കെ, നിങ്ങൾക്ക് ആ ഒരു ലക്ഷ്യമൊക്കെ എന്താന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയാം. ഓക്കെ, നിങ്ങൾ അതിനെ കുറിച്ചൊന്ന് കൂടുതൽ പറയാം. നിങ്ങൾക്ക് ജൂതമതവുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്താണ് താല്പര്യമാണോ, താല്പര്യക്കേടാണോ, പ്രശ്നമാണോ, പ്രശ്നക്കേടുണ്ടോ, എന്താണ്? നിങ്ങൾ എന്നോട് ചോദിച്ചല്ലോ, അതുകൊണ്ട് തിരിച്ചു ചോദിക്കുക. ഇല്ല, ഇപ്പൊ നിങ്ങൾ പറയണല്ലേ കിതാബിൽ ഇങ്ങനെ ഇവിടെ ഇപ്പൊ ഇസ്ലാം മതത്തിൽ ഇങ്ങനെ കേട്ടിട്ടുണ്ട്, അത് ചെയ്യണം ഇത് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്, മറ്റേ വെറുപ്പൊക്കെ ഉണ്ടെന്ന് പറയണല്ലേ. അതുപോലെ ഇപ്പൊ ഇസ്ലാം മതത്തിൽ വെറുപ്പുണ്ടെന്നൊക്കെ പറഞ്ഞല്ലേ, യൂതനെ ഇത് ചെയ്യണം അത് ചെയ്യണം. അല്ല, ഞാൻ അതൊന്നും നോക്കാറില്ല. ഓക്കെ, പിന്നെ മധുവായി ഞാനൊരു കാര്യം പറയട്ടെ. ഞാൻ ഈ മധുവായി ബന്ധപ്പെട്ട് കൂടുതൽ ഒരു ഡിസ്കഷനും കാര്യം, ഞാൻ ഈ ഭീകരവാദത്തിനെയും ജിഹാദികളെയൊക്കെ എതിർത്താണ് ഞാൻ മുന്നോട്ട് പോകുന്നത്. ഈ ഭീകരവാദികളെയും ജിഹാദികളെയും ഈ നാടിനും സമൂഹത്തിനും ലോകത്തിനും ഉപദ്രവം ഉണ്ടാവുന്ന ഹമാസ്, ഹിസ്ബുല്ലാ, ഹൂത്തി ഇത്തരം ഭീകരവാദികൾക്കെതിരെയും നമ്മുടെ രാജ്യത്തുള്ള പോപ്പുലർ ഫണ്ട് പോലുള്ള ഭീകരവാദത്തിനെതിരെയൊക്കെ എതിർത്താണ് ഞാൻ മുന്നോട്ട് പോകുന്നത്. മധുവായി ബന്ധപ്പെട്ട് അല്ല ഞാൻ ഈ ഒരിക്കലും മധുവായി ബന്ധപ്പെട്ട് കൂടുതൽ ഡിസ്കഷനോ കാര്യങ്ങളോ ഒന്നും ചെയ്യാറില്ല. പിന്നെ ഞാൻ എപ്പോഴും ഉയർത്തിപ്പിടിക്കാറുണ്ട്, ഏതൊരു മതമാണെങ്കിലും എല്ലാവരുമായിട്ട് ഒരുമിച്ച് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ഏറ്റവും നല്ലത്. അതിന്റെ ഇടയ്ക്ക് വന്നിട്ട് ആരെങ്കിലും എന്തെങ്കിലും ചെയ്യുന്നതിന്, ഇപ്പൊ ഓണം വന്നാലും മോശമെന്ന് പറയുന്ന ആളുണ്ട്, ക്രിസ്മസ് വന്നാലും മോശമെന്ന് പറയാൻ ആളുകളുണ്ട്. അതൊക്കെ അങ്ങേയറ്റത്തെ ചെറ്റത്തരായിട്ട് തന്നെയാണ് ഞാൻ കാണുന്നത്. നിങ്ങൾക്ക് ഇനി കൂടുതലൊന്നും എന്നെ കുറിച്ച് അറിയേണ്ടി ഇല്ല എന്ന് വിചാരിക്കുന്നു. ഓക്കെ അല്ലേ? എന്തെങ്കിലും പറയാനുണ്ടോ? മാന്യ പ്രേക്ഷകർക്ക് നമസ്കാരം. നിങ്ങൾ കേട്ടില്ലേ, നമ്മുടെ ചാനലിലൂടെ ഒരു ക്രിസ്മസ് സന്ദേശം പൊതുസമൂഹത്തിന്റെ മുന്നിലേക്ക് ഞാൻ പറഞ്ഞതിന് അത് ശരിയാണോ എന്ന് ചോദിച്ച് വിളിച്ച ഫോൺ കോൾ അല്ലേ നിങ്ങൾ കേട്ടിട്ടുള്ളത്? എന്നോട് പോലും ഇങ്ങനെ വിളിച്ചിട്ട് ഫോണിലൂടെ പറയുന്നുണ്ടെങ്കിൽ ഇതുപോലെയുള്ള വ്യക്തികൾ എത്രത്തോളം ആളുകളോട് ഇതേപോലെ പറഞ്ഞ് പ്രചരിപ്പിച്ച് നടക്കുന്നുണ്ടാവും. ഇതൊക്കെ തന്നെയല്ലേ ജാക്കിർ നായിക്കും നിരന്തരം വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത്തരം പൊതുസമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാക്കുന്ന ആളുകള് നമ്മൾക്കിടയിലെ അപകടകാരികളാണ് എന്നുള്ളതിലൊന്നും ഒരു തർക്കവും ആർക്കും തന്നെ വേണ്ട.